പ്രിയമുള്ളവരെ, ഞാൻ NR അജയകുമാർ തലശ്ശേരി. കേരളത്തിലെ പുരാചരിത്രങ്ങളും പുരാസ്ഥലങ്ങളും നമ്മുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാനിന്ന് പറയുന്നത് തിരുവങ്ങാട്ടെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലീഡ് ബീറ്റർ ഹാളിനെ സംബന്ധിച്ചാണ്. 1875 ന്യൂയോർക്കിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഇന്ത്യയിൽ 1879 ചെന്നൈ അടയാറിലായിരുന്നു ആദ്യ കേന്ദ്രം. ഇതിൻ്റെ പ്രചാരക ഇന്ത്യയിലേത് ആനി ബെസൻ്റായിരുന്നു. 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റായി ആനി ബെസൻ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശീയ സ്വാതന്ത്ര്യ സമരം വോളണ്ടിയർമാരുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ മഹാസ്ഥാപനം. അതിനാൽ ആനി ബെസൻ്റ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് മലബാറിലെ ആദ്യ കേന്ദ്രം തിരുവങ്ങാട് സ്ഥാപിക്കുകയും അതിൻ്റെ ആസ്ഥാനമായി ഇവിടെ ഒരു കെട്ടിടം പണിയുകയും ചെയ്തു. സ്വരാജ്യം ജനമാവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിയോസഫിക്കൽ സൊസൈറ്റി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു. മഞ്ചേരി രാമയ്യറായിരുന്നു ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ്. സെക്രട്ടറി KP കേശവനാണ്. മലബാറിൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനവും ഹോം റൂൾ പ്രസ്ഥാനവും ഒന്നായി പ്രവർത്തിച്ചു. ഹൈദരാബാദിലും അടയാറിലും ഹോം റൂൾ പ്രസ്ഥാനത്തിന് ഇത്തരം ലോഡ്ജുകൾ ഉണ്ടായിരുന്നു. അവർ അവിടെ സൊസൈറ്റികൾ സ്ഥാപിച്ചു. നീതിയും സ്നേഹവും പ്രപഞ്ചത്തെ നയിക്കുന്നതാണെന്ന് അവർ പ്രചരിപ്പിച്ചു. ജാതി തട്ടുകൂടായ്മയ്ക്കെതിരെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി പ്രധാനമായും പ്രവർത്തിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു പ്രധാന കേന്ദ്രമായ തിരുവങ്ങാട്ട് അന്ന് സവർണ ജാത്യന്തകൾക്ക് കൊടികുത്തിവാണ് ഒരു സ്ഥലമായിരുന്നു. ഇവിടെയുള്ള പുരോഗമനച്ചുക്കളായ ഉയർന്ന വിഭാഗത്തിലെ ആളുകൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങി